നമസ്കാരം. വോട്ട് ചോരി വിവാദത്തിനു ശേഷം കോൺഗ്രസ് അവതരിപ്പിക്കുന്ന പുതിയ നാടകമാണ് സ്ത്രീകളുടെ പേരും പറഞ്ഞ് വോട്ട് വാങ്ങി അധികാരത്തിൽ കയറാൻ മോദി ശ്രമിക്കുന്നു എന്ന പുതിയ ആരോപണം. സ്ത്രീകളെ പറ്റിച്ച് BJP സർക്കാർ വോട്ട് പിടിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് എന്ന് കടന്നാക്രമിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. കേവലം പണത്തിനു വേണ്ടി വ്യക്തിത്വമില്ലാതെ ചിന്തിക്കുന്നവരാണ് ഭാരതത്തിലെ സ്ത്രീകൾ എന്ന് വരുത്തി തീർത്തുകൊണ്ട് മുഴുവൻ സ്ത്രീകളുടെയും വ്യക്തിത്വത്തെ കൂടി ചോദ്യം ചെയ്യുന്നതിനൊപ്പം മോദി സർക്കാരിന്റെ സ്ത്രീവിരുദ്ധ നയങ്ങൾ എന്നുള്ള ആരോപണം കൂടിയാണ് പ്രിയങ്ക ഉന്നയിച്ചിരിക്കുന്നത്. ജനാധിപത്യ ഭരണത്തിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള അവകാശം സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും തുല്യമായി ഇന്ത്യൻ ഭരണഘടന അനുശാസിച്ച് നൽകിയിരിക്കുന്നതാണ്. അത് സ്ത്രീകൾ മാത്രം കേവലം പണത്തിന്റെ കൊഴുപ്പ് കണ്ട് തൂക്കി വിൽക്കുന്നു എന്നുള്ള പ്രസ്താവന കൂടിയാവുകയാണ് പ്രിയങ്കയുടെ വാക്കുകൾ. പണത്തിനു വേണ്ടി സ്വന്തം അവകാശങ്ങളെയും സ്വന്തം നാടിന്റെ ഭരണ സംവിധാനത്തെയും പോലും തൂക്കി വിൽക്കാൻ മടിയില്ലാത്തവരായി സ്ത്രീകളെ ചിത്രീകരിക്കുക കൂടിയാണ് പ്രിയങ്ക മോദി സർക്കാരിനെതിരെ നടത്തിയ ആരോപണത്തിലൂടെ ചെയ്തിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. നരേന്ദ്രമോദിക്കെതിരെ വിമർശനവുമായാണ് പ്രിയങ്ക ഗാന്ധി തന്റെ വാക്കുകൾ ആരംഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത മഹിളാ റോക്സാർ യോജനയാണ് ഇത്തരത്തിൽ രൂക്ഷമായി പ്രിയങ്ക വിമർശിച്ചത്. 10,000 രൂപ നൽകിയല്ല ബഹുമാനം വാങ്ങേണ്ടതെന്നും ഇത് പണം നൽകി വോട്ട് സ്വന്തമാക്കലാണെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി ബീഹാറിലെ സർക്കാർ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നും ബീഹാറിൽ സ്ത്രീകൾക്കെതിരായ ആക്രമണം വർദ്ധിച്ചു വരികയാണ് എന്നും പ്രിയങ്ക ഗാന്ധി കുറ്റപ്പെടുത്തി. ബീഹാറിൽ നടന്ന മഹിളാ സംവാദ് റാലിയിൽ സംസാരിക്കവെയായിരുന്നു പ്രിയങ്കയുടെ പരാമർശം. സ്ത്രീകളുടെ വോട്ട് ലഭിച്ചാൽ മാത്രമേ വിജയിക്കൂ എന്ന് അമിത്ഷായും മോദിയും തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞ പ്രിയങ്ക അതുകൊണ്ടാണ് ഇത്തരം പദ്ധതികളുമായി രംഗത്തെത്തുന്നത് എന്നുള്ള ശക്തമായ ആരോപണവും ഉന്നയിച്ചു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ പണം നൽകുമ്പോൾ അതിലെന്തോ പ്രശ്നമുണ്ട് എന്ന് സ്ത്രീകൾ തിരിച്ചറിയണമെന്നും ജനങ്ങൾക്ക് നീതി ലഭിക്കണമെങ്കിൽ നിതീഷ് കുമാറിനെ പരാജയപ്പെടുത്തണമെന്നും പ്രിയങ്ക ഗാന്ധി കൂട്ടിച്ചേർത്തു. ബീഹാറിലെ വനിതകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 10,000 രൂപ കൈമാറുന്ന പദ്ധതിയായ മഹിളാ റോക്സാർ യോജനയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഈ പദ്ധതിയിൽ 75 ലക്ഷം വനിതകൾക്ക് പണം ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് BJPയുടെ പുതിയ നീക്കം. ഒരു സ്ത്രീ ആയിരുന്നിട്ട് പോലും സ്ത്രീകളുടെ ക്ഷേമത്തിന് വേണ്ടിയോ ഉന്നമനത്തിനു വേണ്ടിയോ വർഷങ്ങളോളം അധികാരം കയ്യിൽ ഉണ്ടായിരുന്നിട്ടും യാതൊന്നും ചെയ്യാൻ കഴിയാതിരുന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ വക്താവാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നോർക്കുമ്പോൾ പരിഹസിക്കുകയാണ് പൊതുജനം. പ്രിയങ്ക ലക്ഷ്യം വെച്ചെറിഞ്ഞത് മോദിയാണെങ്കിലും അത് സ്ത്രീകളുടെ അഭിമാനത്തിന് മുകളിൽ കൂടി വ്രണപ്പെടുത്തി എന്ന് പറയേണ്ടി വരും. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച